ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം നിലച്ചതിൽ 6 മാസമായിട്ടും കുറ്റപത്രം നൽകിയില്ലെന്ന് മാത്രമല്ല കൂടുതൽ പേരുടെ അറസ്റ്റ് എന്ന് SIT പറഞ്ഞതും നടന്നിട്ടില്ല. ജംഷഡ്പൂരിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച ശേഷം തുടർ നടപടിയെന്നാണ് SITയുടെ വിശദീകരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. ഹൈക്കോടതി നേരിട്ട് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്ത് കൃത്യമായ ഇടവേളകളിൽ നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണം. എന്നിട്ടും അന്വേഷണം പാതി വഴിയിൽ അവസാനിച്ചു. കുറ്റപത്രം നൽകാതെ അറസ്റ്റിലായ പ്രതികൾക്കെല്ലാം ജയിലിൽ നിന്നിറങ്ങാൻ അവസരമൊരുക്കിയത് മാത്രമല്ല SITയുടെ പരാജയം. 5 പേരെ കൂടി ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് 2 മാസം മുൻപ് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടും ഒരാളെ പോലും പിടിച്ചില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യാൻ പോലും ആരെയും വിളിക്കാതെ അന്വേഷണം മരവിപ്പിച്ചു. ഇപ്പോഴും തൊണ്ടി മുതൽ എവിടെയെന്നോ മോഷ്ടിച്ച സ്വർണത്തിന്റെ അളവെത്രയെന്നോ കണ്ടെത്തിയിട്ടില്ല. ജംഷഡ്പൂരിലെ ലാബിൽ നിന്നുള്ള ഫലം വരട്ടെ എന്നാണ് വിശദീകരണം. അതെന്നു വരുമെന്നറിയാത്തതിനാൽ കുറ്റപത്രം എന്ന് നൽകാനാകുമെന്നതിനും വ്യക്തതയില്ല. കുറ്റപത്രം നൽകണമെങ്കിൽ പ്രതികൾക്കെതിരായ പ്രോസിക്യൂഷൻ അനുമതി വാങ്ങണം. അതിനുള്ള അപേക്ഷ പോലും തയ്യാറാക്കിയിട്ടില്ല. അപേക്ഷ നൽകിയാലും പുതിയ സർക്കാർ വരാതെ ഇനി പ്രോസിക്യൂഷൻ അനുമതി നൽകാനുമാവില്ല. ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷം വീണ്ടും വിമർശനം ശക്തമാക്കി. വളരെ തന്ത്രപരമായി സമയത്തിന് യഥാസമയം കുറ്റപത്രം സമർപ്പിക്കാതെ എല്ലാവർക്കും സ്വാഭാവിക ജാമ്യം കിട്ടുന്ന തലത്തിലേക്ക് സാഹചര്യം ഒരുക്കി. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന SP P ബിജോയ് കഴിഞ്ഞ മാസം വിരമിച്ചിട്ട് പകരം ആളെ ഇതുവരെ നിയമിച്ചിട്ടില്ല. ഇങ്ങനെ ചുരുക്കത്തിൽ 1 മാസത്തിലേറെയായി അനക്കമൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.